back to another vlog. അപ്പോൾ ഇന്നൊരു തമിഴ്നാട് സ്റ്റൈൽ ഉണക്കമീൻ തൊക്ക് എന്നാണ്. സോ ലെറ്റ് വി സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഉണക്കമീൻ നല്ലോണം കഴുകി അത് മഞ്ഞപ്പൊടി തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു, ചട്ടിയിൽ ഓയിൽ ഒഴിച്ചു. ഓയിൽ ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് പച്ചമുളക്, പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി, ചതച്ച ഇഞ്ചി. ഇതൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വഴറ്റി കൊടുക്കാം. ഓണിയൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓണിയൻ ഒരു ലേശം കൂടുതൽ വേണം നമുക്ക്. ഞാനൊരു 2 വലിയ സൈസ് ഓണിയനാണിത്. അപ്പോൾ ഇത് നല്ലപോലെ ഓണിയൻ നമുക്ക് സവോള നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ അത് നമ്മുടെ സവോള നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇഞ്ചും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഇഞ്ചും വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഇത്, റെഡിമെയ്ഡാണ് പേസ്റ്റ്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ഒരു 1 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ചോപ്പ് ചെയ്തതാണ്. ഇപ്പോൾ തക്കാളിയൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒരു 1 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റ് 1 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്ത് ഇതിപ്പോൾ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലാസ് ആഡ് ചെയ്യാം. അപ്പോൾ മസാല നമ്മൾ ആഡ് ചെയ്യുന്നത് മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ മസാലകൾ ആഡ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു 2 മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ മസാലയുടെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകണം. അതൊന്ന് നല്ലോണം വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ലേശം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ലേശം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഗ്രേവി ടൈപ്പ് പോലെയായി, സെമി ഗ്രേവി ടൈപ്പ് പോലെയായില്ലേ. ഇപ്പോൾ ഇത് തമിഴ്നാട് എന്താ പറയുക, ഉണക്കമീൻ തൊക്ക് എന്ന് പറയും ഇവിടെ. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ഉണക്കമീൻ ഇതിലോട്ട് ആഡ് ചെയ്തു. അപ്പോൾ ഇത് ഉണക്കമീൻ ആഡ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി കറുവാട്ട് തൊക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.